മക്കളെ +1 ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്റർ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് വെറും 20 മിനിറ്റ് മക്കളെ ഈ വീഡിയോന് വേണ്ടി ചെലവഴിക്കുക. അതിൽ ഹൈഡ്രോ കാർബണിൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 20 റിയാക്ഷൻ നമ്മളങ്ങ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആ റിയാക്ഷൻസേ വരുള്ളൂ. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഹൈഡ്രോ കാർബണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ്. ആ റിയാക്ഷൻസേ വരുള്ളൂ. അതും ഷോർട്ട് മെത്തേഡിലാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. റെഡി അല്ലേ? ഒരു 20 മിനിറ്റ് നിങ്ങൾ ചെലവഴിച്ചാൽ ഹൈഡ്രോ കാർബണിലെ മുഴുവൻ മാർക്കും നമ്മൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാ. ആൽക്കൈൽ ഹാലൈഡ് തന്നു അല്ലെ മക്കളെ? ആൽക്കൈൽ ഹാലൈഡ് തന്നിട്ടുണ്ട്. ആൽക്കൈൽ ഹാലൈഡ് തന്നിട്ടുണ്ട്. ഇതാ ആൽക്കൈൽ ഹാലൈഡ് തന്നിട്ടുണ്ട്. സോഡിയം തന്നിട്ടുണ്ട്. ഡ്രൈ ഈതർ. മക്കളെ മനസ്സിലാക്കേണ്ടത് സോഡിയവും ഡ്രൈ ഈതറും കണ്ടാൽ മക്കളെ മനസ്സിലാക്കുക ആ റിയാക്ഷൻ വുഡ്സ് റിയാക്ഷൻ ആണ്. അതിന്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് എഴുതാന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക ഹാലോജൻ കൈറ്റ് എത്ര കാർബൺ ആണുള്ളത്? ഒരു കാർബണുള്ളത്. ഇവിടെ ഹാലോജൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഒരു കാർബൺ ആണുള്ളത്. അപ്പൊ നമ്മളെ പ്രോഡക്റ്റ് എത്ര കാർബൺ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമ്മളെ പ്രോഡക്റ്റിൽ എത്ര കാർബൺ ഉണ്ടാവും? 2 കാർബണുള്ള ആൽക്കെയിൻ ആയിരിക്കും. മക്കൾ പറ 2 കാർബണുള്ള ആൽക്കെയിൻ ആയിരിക്കും നമ്മളെ പ്രോഡക്റ്റ്. റെഡിയാണേ? 2 കാർബണുള്ള ആൽക്കെയിൻ ഏതാ? CH3 റെഡി +2 NaCl. ബൈ പ്രോഡക്റ്റ് എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബൈ പ്രോഡക്റ്റ് നിങ്ങൾ എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതാ സോഡിയം ഡ്രൈ ഈതർ കണ്ടു കഴിഞ്ഞാൽ മക്കൾ എന്ത് ഒഴിവാക്കുക? നിങ്ങൾ ഹാലോജൻ ഒഴിവാക്കുക. ബാക്കി എത്ര കാർബണാ? ഒരു കാർബൺ. അപ്പൊ പ്രോഡക്റ്റ് എത്ര കാർബൺ ഉണ്ടാവും? 2 കാർബൺ ഉണ്ടാവും. റിയാക്ഷൻ ഓവർ. ഈ റിയാക്ഷന്റെ പേരാണ് വുഡ്സ് റിയാക്ഷൻ. റെഡിയാണ്? സെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. CH3COOK ഇലക്ട്രോളിസിസ്. ഇനി അടുത്ത ടെക്നിക് മക്കൾ, ഈ എയറോന് മുകളിൽ ഇലക്ട്രോളിസിസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കുന്നത് മോസ്റ്റ് പ്രോബ്ലി അത് കോൾബ്സ് ഇലക്ട്രോളിറ്റിക് റിയാക്ഷൻ ആണ്. കോൾബ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ്. പ്രോഡക്റ്റ് ചെയ്ത് എങ്ങനെയാണെന്നല്ലേ? ഒന്നുമില്ല. എന്ത് ഒഴിവാക്കുക? COOK ഒഴിവാക്കുക. എന്ത് ഒഴിവാക്കുക? COOK എന്നുള്ള ടേം ഒഴിവാക്കുക. ബാക്കി എത്ര കാർബൺ ഉള്ളത്? ഒരു കാർബൺ. ഉണ്ടാവുന്ന പ്രോഡക്റ്റിൽ എത്ര കാർബൺ ആണോ ബാക്കിയുള്ളത് അതിന്റെ ഡബിൾ നമ്പർ കാർബൺ ഉള്ള ആൽക്കെയിൻ ആനോഡ് ലിബറേറ്റ് ചെയ്യും. മക്കൾ നോക്കുക എന്താ പറ? നിങ്ങൾ COOK ഒഴിവാക്കിയാൽ ബാക്കി ഒരു കാർബൺ ആണുള്ളത്. അപ്പൊ പ്രോഡക്റ്റിൽ എത്ര കാർബൺ ഉണ്ടാവും? അതിന്റെ ഡബിൾ. ഒന്നാണെങ്കിൽ 2 കാർബൺ ഉള്ള ആൽക്കെയിൻ ആയിരിക്കും മക്കളെ. അപ്പൊ 2 കാർബൺ ഉള്ള ആൽക്കെയിൻ ഏതാ? CH3 along with carbon dioxide. ഇത് ആനോഡിൽ ലിബറേറ്റ് ചെയ്യും. ശരിയാണേ? ആനോഡിൽ ലിബറേറ്റ് ചെയ്യും. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിനും കഴിഞ്ഞേ. ഇതിനെ വിളിക്കുന്ന പേരെന്താ? കോൾബ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ്. അഥവാ പേര് ചോദിച്ചാൽ മക്കൾക്ക് എഴുതാൻ പറ്റണം. അതിന്റെ പേര് കോൾബ്സ്. ആ റിയാക്ഷന്റെ പേരെന്താ? കോൾബ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ. റെഡി? അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യൻ റെഡിയാണ്? ഇതാ ആൽക്കഹോളിക് KH സൈനിന് മുകളിൽ ഇതിന് മുകളിൽ ആൽക്കഹോളിക് KOH കണ്ടാൽ മക്കൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് ഹാലോജനും പോവും, ഇവിടുന്ന് ഹൈഡ്രജനും പോവും. ഇതിനിടയിൽ ഒരു ബോണ്ട് വരും. എന്തൊക്കെയാ? ഇവിടെ നിന്ന് ഹാലോജൻ പോവുക, ഇവിടെ നിന്ന് ഹൈഡ്രജൻ പോവുക, ഇതിനിടയിൽ ഒരു ബോണ്ട് ഇട്ട് കൊടുക്കുക. ഇറ്റ്സ് ഇനഫ്. പ്രോഡക്റ്റ് ആയടാ. പ്രോഡക്റ്റ് ആയി. വളരെ സിമ്പിൾ അല്ലേ? എന്താ പ്രോഡക്റ്റ്? CH2 സിംഗിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് പ്ലസ് HCl. എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബൈ പ്രോഡക്റ്റ് എഴുതിയില്ലെങ്കിൽ ഓർഗാനിക്കിൽ കുഴപ്പമൊന്നുമില്ല, മാർക്കൊക്കെ കിട്ടും. അപ്പൊ എന്താ ചെയ്യേണ്ടത് മക്കൾ? ചെയ്യേണ്ടത് ഇതാണ്. ആൽക്കഹോളിക് KOH എന്ന് കണ്ടു കഴിഞ്ഞാൽ എവിടുന്ന് പോവും? ഇവിടുന്ന് ഹാലോജൻ പോകുന്നു, ഇവിടുന്ന് ഹൈഡ്രജൻ പോകുന്നു, ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നു. ശരിയാണ്? അടുത്ത ക്വസ്റ്റ്യൻ. സമയമില്ല നമുക്കല്ലേ? ഒരുപാട് സമയം ചെലവഴിക്കേണ്ട ഹൈഡ്രോ കാർബൺ പഠിക്കാൻ. എഗെയിൻ മക്കൾ കേട്ടോ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് 443 കെൽവിൻ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അറ്റ് 443 കെൽവിൻ. കാണുന്നുണ്ടോ നിങ്ങൾ? അതായത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇവിടെ ആൽക്കഹോൾ ആയിരിക്കും. ഇവിടെ ആൽക്കഹോൾ. അപ്പൊ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് OH പോകും, ഇവിടെ നിന്ന് H പോകും. ഇതിനിടയിൽ ഒരു ബോണ്ട് വരും. ഈസിയാണ്. ഇത് ആൽക്കഹോൾ ആണ്. ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ്. വാട്ടർ റിമൂവ് ചെയ്യാണ്. എന്താ ചെയ്യേണ്ടത്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അറ്റ് 443 കെൽവിൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ മക്കൾ ഇവിടെ നിന്ന് എന്ത് പോക്കുക? OH പോക്കുക, ഇവിടെ നിന്ന് H പോക്കുക, വാട്ടറിന് ഒഴിവാക്കി, വെള്ളം റിമൂവ് ചെയ്തു, ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. അപ്പൊ പ്രോഡക്റ്റ് എന്താ പറഞ്ഞേ? CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2O. വാട്ടർ റിമൂവ് ചെയ്തു. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. സമയമില്ല നമുക്ക്. ഓക്കെ, ഇതിന്റെ മേജർ പ്രോഡക്റ്റ് എഴുതാനാ പറഞ്ഞത്. മേജർ പ്രോഡക്റ്റ് എഴുതാൻ മക്കൾ നോക്കേണ്ടത് നിങ്ങൾ നോക്കേണ്ടത് ഈ ആൽക്കീനെ വിളിക്കുന്ന പേരാണ് അൺസിമെട്രിക്കൽ ആൽക്കീൻ. ഈ ആൽക്കീനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്നാണ്. എന്താണ് അങ്ങനെ വിളിക്കാൻ കാരണം എന്നാൽ ഡബിൾ ബോണ്ടിലുള്ള ഹൈഡ്രജൻ എണ്ണമാണ്. ഇവിടെ ഡബിൾ ബോണ്ടിൽ 2 ഹൈഡ്രജൻ ആണുള്ളത്.
ഇവരെ ഡബിൾ ബോണ്ടിൽ ഒരു ഹൈഡ്രജൻ ആണുള്ളത്. മക്കൾ കാണുന്നുണ്ടോ? ഡബിൾ ബോണ്ടിൽ ഇവിടെ 2 ഹൈഡ്രജൻ, ഡബിൾ ബോണ്ടിൽ ഇവിടെ 1 ഹൈഡ്രജൻ. ക്ലിയർ ആണ്. ഇതിന്റെ മേജർ പ്രോഡക്റ്റ് എഴുതാൻ പറഞ്ഞാൽ ഈ മേജർ പ്രോഡക്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന റൂളിനെ വിളിക്കുന്ന പേരാണ് മാർക്കോണിക്കോഫ്സ് റൂൾ. എന്താണ് റൂൾ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം മക്കളെ. ഇതാ നോക്കിയേ, ഇതിനെ H+ഉം Br-, H+ഉം Br-ഉം റൂള് പറയുന്നതാണ്. നെഗറ്റീവ് പാർട്ട് എവിടെയാ പോവാന്ന് പറഞ്ഞാൽ Br- എവിടെയാ പോവാന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കുറവുള്ളത്, അല്ലേ? ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഇവിടെ 1 ഹൈഡ്രജനേ ഉള്ളൂ, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. Br- പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കുറവുള്ളത് അവിടത്തേക്കായിരിക്കും Br- പോവുക, നെഗറ്റീവ് പാർട്ട് പോവുക. അതിനെ വിളിക്കുന്ന പേരാണ് മാർക്കോണിക്കോഫ്സ് റൂൾ. സെറ്റ് അല്ലേ? അപ്പൊ H അങ്ങോട്ട് പോകും, H ഇവിടത്തേക്ക് പോകും. പ്രോഡക്റ്റ് എഴുതട്ടെ, ഞാൻ പ്രോഡക്റ്റ് എഴുതാൻ പോവുകയാണ്, പോവുകയാണ്. എങ്ങനെയാ പ്രോഡക്റ്റ് എഴുതുക നോക്കിയോ? മേജർ പ്രോഡക്റ്റ് എഴുതുക എങ്ങനെയാണ്? CH3 CH സിംഗിൾ ബോണ്ട് CH2. Br എവിടെ പോയി? ഈ Br എവിടെയാ പോകുന്നത്? ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കുറവുള്ളത് അപ്പൊ ഇവിടത്തേക്ക് Br പോയി, ഇവിടത്തേക്ക് H പോയി. ഇതാണ് മാർക്കോണിക്കോഫ്സ് റൂൾ. When an unsymmetrical reagent is added to an unsymmetrical alkene, negative part of the reagent will attach carbon containing lesser number of hydrogen atom. ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കുറവുള്ളത് അവിടത്തേക്ക് ആര് പോകും? Br- നെഗറ്റീവ് പാർട്ട് പോകും. അതിനെ വിളിക്കുന്ന പേരാണ് മാർക്കോണിക്കോഫ്സ് റൂൾ. അടുത്ത ക്വസ്റ്റ്യൻ, സമയമില്ല. ഓർഗാനിക് പെറോക്സൈഡ് ആണ് മക്കളെ ഇവിടെ ഉപയോഗിക്കുന്നത്. എന്താ പറ? ഓർഗാനിക് പെറോക്സൈഡ്. റെഡി? ഇത് കണ്ടോ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആ ആരോന് മുകളിൽ കാണുന്നുണ്ടോ നിങ്ങൾ? ഈ ആരോന് മുകളിൽ ഓർഗാനിക് പെറോക്സൈഡ് കാണുന്നുണ്ടോ? പ്രശ്നമാണ്. അത് റൂള് പറയുന്നത് ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ. എന്താ വിളിക്കുക? ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ. എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ H+ഉം Br-ഉം നെഗറ്റീവ് പാർട്ട് എവിടെ പോവുക? ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ളത് നെഗറ്റീവ് പാർട്ട് പോവുക. ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതൽ അവിടത്തേക്ക് നെഗറ്റീവ് പാർട്ട് പോവും, ഇവിടത്തേക്ക് H പോവും. പ്രോഡക്റ്റ് എന്താണെന്ന് പറയൂ. എന്താ കിട്ടുക? CH3 CH2 CH2Br. ഇതായിരിക്കും മേജർ പ്രോഡക്റ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ. അപ്പൊ ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ എങ്ങനെയാ പറയാ? when hydrogen bromide is added to an unsymmetrical alkene in presence of organic peroxide, bromide ion will attach carbon containing more number of hydrogen atom. കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്. യെസ്, കാൽഷ്യം കാർബൈഡിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്താ കിട്ടുക? സിമ്പിൾ ആണ്. കാൽഷ്യം കാർബൈഡിലേക്ക് വെള്ളം ഒഴിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് അസറ്റ്ലീൻ അഥവാ ഈഥൈൻ. മറന്നുവോ? ഈഥൈൻ. സമയമില്ല, വേഗം പഠിക്കണ്ടേ? കാൽഷ്യം കാർബൈഡ്. ഇനി സമയമില്ല, വളരെ കുറഞ്ഞ സമയം മാത്രമേ എക്സാമിനുള്ളൂ. 20 മിനിറ്റ് നമ്മൾ എഴുതി പഠിക്കുന്നു, നമുക്ക് ഫുൾ മാർക്ക് ആവുന്നു. ആ കാൽഷ്യം കാർബൈഡിലേക്ക് വെള്ളം ഒഴിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഈഥൈൻ പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ക്ലിയർ ആണ്. അടുത്ത് യെസ്, ആൽക്കൈൻ റെഡ് ഹോട്ട് അയൺ ട്യൂബ്. 3 മോളിക്യൂൾ ആൽക്കൈൻ മക്കളെ, 3 മോളിക്യൂൾ ആൽക്കൈന റെഡ് ഹോട്ട് അയൺ ട്യൂബിനുള്ള പാസ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ബെൻസീൻ. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഹോട്ട് ട്യൂബ് പോളിമറൈസേഷൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഹോട്ട് ട്യൂബ് പോളിമറൈസേഷൻ. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, സമയമില്ല. യെസ്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഇത് ബെൻസീന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ബെൻസീനിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് നൈട്രോബെൻസീൻ. എന്താ കിട്ടുക? നൈട്രോബെൻസീൻ. റെഡി? നൈട്രോബെൻസീൻ. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് നൈട്രേഷൻ റിയാക്ഷൻ. എന്താ വിളിക്കുക? നൈട്രേഷൻ റിയാക്ഷൻ. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും റിയാക്ഷൻ എന്താ? ബെൻസീനിലേക്ക് ആഡ് ചെയ്താൽ പിന്നെ ഒന്നും നോക്കണ്ട, ബെൻസീൻ H മാറിട്ട് ആര് വന്നു? നൈട്രോ ഗ്രൂപ്പ് വരും. റെഡി? അടുത്ത് ബെൻസീനിലേക്ക് ആൽക്കൈൽ ഹാലൈഡ് വെക്കുക. ബെൻസീനിലെ എല്ലാ കാർബണിലും ഹൈഡ്രജൻ പ്രസന്റ് ആണ്. ഇതിലേക്ക് ആൽക്കൈൽ ഹാലൈഡും അൺഹൈഡ്രസ് AlCl3. ഇത് കണ്ടാൽ നോക്കണ്ട, ആ റിയാക്ഷൻ ഒരു പേരുണ്ട്. ആ പേര് എപ്പോഴും ചോദിക്കും. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. മക്കൾ നോക്കണ്ട കേട്ടോ, ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ബെൻസീനിലേക്ക് ആൽക്കൈൽ ഹാലൈഡും അൺഹൈഡ്രസ് AlCl3 നമുക്ക് അൺഹൈഡ്രസ് AlCl3 വെച്ചു. അപ്പൊ ഈ റിയേജന്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം ആ റിയാക്ഷൻ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആണെന്ന് മനസ്സിലാക്കണം. പോകേണ്ട സാധനം നോക്കിയോ, പോവാ. ഇവിടുന്ന് Cl, ഇവിടുന്ന് H പോവും. ക്ലിയർ ആണ്. HCl പോയി. HCl പോയ എന്ത് കിട്ടും?
കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കിയോ, മീഥൈൽ ബെൻസീൻ അഥവാ ടുളീൻ. മീഥൈൽ ബെൻസീൻ അഥവാ ടുളീൻ. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. എന്താ വിളിക്കുക പറ? ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന് വിളിക്കും. റെഡി? അടുത്ത് ബെൻസീനിലേക്ക് ആസിഡ് ക്ലോറൈഡും അൺഹൈഡ്രസ് AlCl3യും. അൺഹൈഡ്രസ് ബെൻസീനിലേക്ക് പറ ആസിഡ് ക്ലോറൈഡും അൺഹൈഡ്രസ് AlCl3യും വെക്കുക. ഇവിടെ നോക്കിയോ, ഇവിടെ H മക്കളെ, ഇവിടെ എല്ലാ കാർബൺ H ഉണ്ട്. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. എന്താ വിളിക്കുക? ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. മറന്നു പോകരുതേ, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. എന്താ പോവാ? ഇതാ ഒന്നും പോവാൻ ഇതാ പോയി, HCl പോയി. എന്ത് കിട്ടി? എന്ത് പ്രോഡക്റ്റ് കിട്ടി? അസറ്റോഫീനോൺ. COCH3 പ്ലസ് HCl. മക്കളെ ഇവിടെ നിന്നല്ലേ ഈ CO ഗ്രൂപ്പ് ഇവിടെ പോയി ചേരും, COCH. റെഡി? അടുത്ത് ബെൻസീനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യുക in presence of FeCl3. ബെൻസീനൊക്കെ ക്ലോറിൻ ആഡ് ചെയ്യുന്നത് FeCl3യുടെ പ്രസൻസിലാണെങ്കിൽ ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ക്ലോറിനേഷൻ. എന്താ വിളിക്കുക? ക്ലോറിനേഷൻ. എല്ലാ കാർബണിലും H പ്രസന്റ് ആണ്. ക്ലിയർ അല്ലേ? ഇവിടുന്ന് H ഇതാ, ഇവിടുന്ന് ഒരു HM പോയി, ഇവിടുന്ന് ഒരു CL പോയി, HCl പോയി. ആൻഡ് പ്രോഡക്റ്റ് ഈസ് ക്ലോറോബെൻസീൻ ആണ്. ക്ലോറോബെൻസീൻ പ്ലസ് HCl. ക്ലിയർ ആണ്? ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൈഡ്രോ കാർബണിൽ ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് തീരാനായി കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. ഇവിടെ മക്കൾ നോക്കേണ്ടത് ബെൻസീനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യാണ്. സൺലൈറ്റിന്റെ പ്രസൻസിലാണെന്ന് മാത്രം. സൺലൈറ്റ് HNu ആണ്. സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ക്ലോറിൻ ആഡ് ചെയ്യുന്നതെങ്കിൽ അഡിഷൻ റിയാക്ഷൻ ആണ്. ബെൻസീനിൽ ഈ റൗണ്ട് അങ്ങ് പോകും. ബെൻസീനിൽ റൗണ്ട് പോയിട്ട് എല്ലാ കാർബണിൽ എന്ത് വരും? ഹൈഡ്രജൻ വരും, ക്ലോറിൻ വരും. ഇതാ ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. മറന്നു പോകരുത്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് റിയാക്ഷൻ. BHC ഉറുമ്പിനെയൊക്കെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു വൈറ്റ് പൗഡർ അല്ലേ? ഒരു പെസ്റ്റിസൈഡ് ആണത്. ഉറുമ്പിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന വൈറ്റ് പൗഡർ ഉണ്ട്. ക്ലിയർ അല്ലേ? BHC അതിൽ ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. ഇത് ബെൻസീനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യുന്നത് ആരെ പ്രസൻസിലാ? മക്കൾ ഓർമ്മിക്കണം, സൺലൈറ്റ് ആണെങ്കിലാണ് ഇത് കിട്ടുക. പക്ഷേ FeCl3 ആണെങ്കിൽ ഇത് കിട്ടൂല, ക്ലോറോ ബെൻസീൻ ആണ് കിട്ടുക. മക്കളെ ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇതിൽ റൗണ്ട് ഇല്ല. കാണുന്നുണ്ടോ? ഇവിടെ റൗണ്ട് ഇല്ല. കാണുന്നുണ്ടോ നിങ്ങൾ? റെഡി? അടുത്ത് ആൽക്കൈനിലേക്ക് കോൾഡ് ഡൈലൂട്ട് ആൽക്കലൈൻ KMnO4. കോൾഡ് ഡൈലൂട്ട് ആൽക്കലൈൻ KMnO4 വിളിക്കുന്ന പേരാണ് ബേയേഴ്സ് റിയേജന്റ്. എന്താ വിളിക്കുക പറ? ബേയേഴ്സ് റിയേജന്റ്. അവന് ചോദിക്കാറുണ്ട് ബേയേഴ്സ് റിയേജന്റ്. ഇതിന് വയലറ്റ് അല്ലെങ്കിൽ പിങ്ക് കളറാണ്. വയലറ്റ് ഓർ പിങ്ക് കളർ. ഗിവൺ കോമ്പൗണ്ടിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് ബേയേഴ്സ് റിയേജന്റ്. ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടാണ്. ഒരു കോമ്പൗണ്ട് തന്നിട്ട് ഡബിൾ ഉണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ മക്കൾക്ക് നക്കി നോക്കാൻ പറ്റുമോ? മണത്ത് നോക്കാൻ പറ്റുമോ? ഇല്ല. തന്നിരിക്കുന്ന കോമ്പൗണ്ട് ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു, അതിലേക്ക് എന്ത് ചെയ്യുക? ആൽക്കലൈൻ KMnO4 അഥവാ ബേയേഴ്സ് റിയേജന്റ് ഒഴിക്കുന്നു. റിയാക്ഷൻ നടന്നാൽ നിങ്ങൾ പറയും ഗിവൺ കോമ്പൗണ്ടിൽ എന്നിട്ട് ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെന്ന് പറയും. ഒരു റിയാക്ഷനും നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പറയും സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആണ്. റിയാക്ഷൻ നടന്നോ എന്ന് എങ്ങനെ അറിയാം? അതിന്റെ കളർ ചേഞ്ച് ചെയ്തോ എന്ന് അറിഞ്ഞാൽ മതി. ആൽക്കലൈൻ KMnO4ന്റെ കളർ പിങ്ക് അല്ലെങ്കിൽ വയലറ്റ് കളറാണ്. ആ പിങ്ക് അല്ലെങ്കിൽ വയലറ്റ് കളർ ചേഞ്ച് ചെയ്താൽ മക്കൾ നിങ്ങൾ മനസ്സിലാക്കണം, ഗിവൺ കോമ്പൗണ്ട് എന്താണ്? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആണ്. ഇപ്പൊ എത്തീനിലേക്ക് KMnO4 ആഡ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് CH2OH. റെഡി അല്ലേ? റെഡിയാണ്. ഡയോൾ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. കൺഫർമേഷൻ ഐസോമർ ഓഫ് ഈഥീൻ. വാട്ട് ആർ കൺഫർമേഷൻ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? വാട്ട് ആർ കൺഫർമേഷണൽ ഐസോമേഴ്സ്? Isomerism due to the rotation of carbon. Simple ആയിട്ട് isomerism due to the rotation of carbon single bond known as conformational isomerism. ആൽക്കെയിൻ കാണിക്കുന്ന ഐസോമറിസം ആണ്. എന്താ പറ? ഐസോമറിസം ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് കാർബൺ സിംഗിൾ ബോണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കൺഫർമേഷണൽ ഐസോമറിസം. ഈഥൈന്റെ രണ്ട് കൺഫർമേഷണൽ ഐസോമേഴ്സ് ആണിത്. ക്ലിയർ അല്ലേ? ഇത് 60 ഡിഗ്രി റൊട്ടേഷൻ ചെയ്താൽ കിട്ടുന്നതാണിത്. ഒന്നിനെ വിളിക്കുന്ന പേര് എക്ലിപ്സ്, ഇതിനെ വിളിക്കുന്ന പേരാണ് എക്ലിപ്സ്. എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജന്റെ തൊട്ട് പിറകിൽ മറ്റേ കാർബണിലെ ഹൈഡ്രജൻ ഉണ്ടാവും. ഫ്രണ്ട് കാർബണിലെ ഹൈഡ്രജന് തൊട്ട് പിറകിൽ ബാക്ക് കാർബണിലെ ഹൈഡ്രജൻ ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ റിപ്പൾഷൻ ഉണ്ട്. ആ റിപ്പൾഷന്റെ പേരാണ് ടോർഷണൽ സ്ട്രെയിൻ. റിപ്പൾഷന്റെ പേര് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇവർ ലീസ്റ്റ് ടേബിൾ ആണ്. എക്ലിപ്സിന്റെ ലീസ്റ്റ് ടേബിൾ ആണ്. ഇവിടെ പ്രത്യേകത, രണ്ട് കാർബണിലെ ഹൈഡ്രജനും തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ട്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ രണ്ട് കാർബണിലെ ഹൈഡ്രജനും തമ്മിൽ ഡിസ്റ്റൻസ് കുറവാണെന്ന്.
ഇതാ ഇവിടെ 2 കാർബണിലെ ഹൈഡ്രജനും തമ്മിൽ എന്ത് കുറവാണ്? ഡിസ്റ്റൻസ് കുറവാണ്. അതുകൊണ്ട് ഇവര് ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. ഇവിടെ റിപ്പൾഷൻ ഉണ്ട്, ഇവിടെ നിന്നുണ്ട് റിപ്പൾഷൻ. അതുകൊണ്ട് ഇവര് ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. ഏത് ലീസ്റ്റ് സ്റ്റേബിൾ ആണ്? എക്ലിപ്സിന് ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. സ്റ്റാഗേർഡ് മോസ്റ്റ് സ്റ്റേബിൾ ആണ്. 2 കാർബണിലെ ഹൈഡ്രജനും തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ട്. സോ സ്റ്റാഗേർഡ് മോസ്റ്റ് സ്റ്റേബിൾ ആണ്. മോസ്റ്റ് സ്റ്റേബിൾ. അപ്പൊ ആരാണ് ലീസ്റ്റ് സ്റ്റേബിൾ? എക്ലിപ്സിന് ലീസ്റ്റ് സ്റ്റേബിളും സ്റ്റാഗേർഡ് മോസ്റ്റ് സ്റ്റേബിളും കഴിഞ്ഞു. റെഡി. ഇനി ഹക്കൽസ് റൂൾ ആണ്. Cyclic compound containing 4n+2 pi electrons are aromatic. Cyclic planar molecule അങ്ങനെ കുറച്ചുകൂടി തന്നാ. Cyclic planar and conjugated molecule containing 4n+2 pi electrons are aromatic even though there is no benzene. Benzene വേണമെന്നില്ല. Clear അല്ലേ? That is compound containing 2 pi electron, 6 pi electron, 10 pi electron and 14 pi electrons are aromatic. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ പറ? സൈക്ലിക് പ്ലാനാർ കോൺജുഗേറ്റഡ് മോളിക്യൂൾ കണ്ടെയ്നിങ് 2 pi electron, 6 pi electron, 10 pi electron, 14 pi electrons etc. ആർ ആരോമാറ്റിക്. ക്ലിയർ അല്ലേ? ഇനി തന്നിരിക്കുന്ന കോമ്പൗണ്ട് ആരോമാറ്റിക് ആണോ എന്ന് നോക്കാം. ഈ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ ഈ കോമ്പൗണ്ടിൽ ഒരു പൈ ബോണ്ട് ആണുള്ളത്. ഒരു പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 pi electron. ഒരു പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 pi electron ആണ്. ശരിയാണ്. ഈ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്. ഇറ്റ്സ് കോൺജുഗേറ്റഡ് വിത്ത് പോസിറ്റീവ് ചാർജ്. സോ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്. കോമ്പൗണ്ട് ഈസ് ആരോമാറ്റിക് എന്ന് എഴുതാം. റെഡിയാണ്. ആരോമാറ്റിക് ആണ്. അടുത്ത രണ്ടാമത്തെ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്. ഇവിടെ ഒരു പൈ ബോണ്ട് ആണുള്ളത്. പൈ ബോണ്ട് അറ്റാച്ച് ചെയ്ത കാർബണിൽ ഒരു ലോൺ പെയർ ഉണ്ട്. കാണുന്നുണ്ടോ? ഇതൊരു പൈ ബോണ്ട് ആണ്. ഈ പൈ ബോണ്ട് അറ്റാച്ച് ചെയ്ത കാർബണിൽ ലോൺ പെയർ ഉണ്ട്. ഈ ലോൺ പെയർ റിങ്ങിന്റെ ഭാഗമായി മാറും കോൺജുഗേഷൻ വന്നു കഴിഞ്ഞാൽ. ഒന്നുകൂടി പറയാ. പൈ ബോണ്ട് അറ്റാച്ച് ചെയ്ത കാർബണിൽ ലോൺ പെയർ ഉണ്ടോ നോക്കുക. ഈ ലോൺ പെയർ റിങ്ങിന്റെ ഭാഗമാണ്. സോ 4 pi electron ആവും. 2 pi electron ഇവിടെയും 2 pi electron ഇവിടെ. എത്രയാ? 4. സോ കോമ്പൗണ്ട് ഈസ് നോൺ ആരോമാറ്റിക്. ആരോമാറ്റിക് അല്ലെന്ന്. ഇവിടെ നോക്കിക്കോ. ഇവിടെ 2 pi ബോണ്ട് ആണ്, 4 pi electrons ആണ്. 2 pi ബോണ്ട് എന്ന് പറഞ്ഞാൽ 4 pi electron. കോമ്പൗണ്ട് ഈസ് നോൺ ആരോമാറ്റിക്. 4 pi electron ഉള്ള കോമ്പൗണ്ട് നോൺ ആരോമാറ്റിക് ആണ് മക്കളെ. നോൺ ആരോമാറ്റിക്. റെഡിയാണ്. ക്ലിയർ ആണ്. ഇത് ആരോമാറ്റിക് ആണോ? അവസാനത്തെ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണോ? 2 pi ബോണ്ട്, 4 pi electron അറ്റാച്ച് ചെയ്ത കാർബണിൽ ഒരു ലോൺ പെയറും. മൊത്തത്തിലായി പൈ ബോണ്ട് അറ്റാച്ച് ചെയ്ത കാർബണിൽ ലോൺ പെയർ അല്ലേ? ആ ലോൺ പെയർ റിങ്ങിന്റെ ഭാഗമല്ലേ? എത്രയായി? 6 pi electron ആയി മാറി. 6 pi electron ഉള്ള കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്. കോമ്പൗണ്ട് ഈസ് ആരോമാറ്റിക്. അപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ടത്, വളരെ കുറച്ച് സമയം കൊണ്ട് ഹൈഡ്രോ കാർബണിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ? വളരെ കുറഞ്ഞ സമയം മതി. അപ്പൊ മക്കൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഒരു കാര്യം മറന്നു പോകരുത്, ഏകണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏകൺ +1 +2 ചാനൽ, ഏകണ്ട എല്ലാ ചാനലും മക്കൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾ ദ ബെസ്റ്റ്.